നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ ആണ്. സോ ഇത് റിയൽമി പുറത്തിറക്കിയ റിയൽമിയുടെ ടെക് ലൈഫ് വാച്ച് s100 എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ചാണ്. സോ ഇതിൻ്റെ ബാറ്ററി ലൈഫ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ്, ഈ പ്രൈസിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് നല്ലതാണോ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ല അവസാനം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 1.69 ഇഞ്ചിൻ്റെ TFT LCD സൂപ്പർ ബ്രൈറ്റ് HD കളർ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 240x280 പിക്സൽസ് ആണ്. ഈ വാച്ചിനകത്ത് നമുക്ക് 110+ ന്യൂ വാച്ച് ഫേസസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വാച്ചിനകത്തല്ല, നമുക്ക് ഇതിൻ്റെ ഒരു റിയൽമിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു വാച്ച് ഫേസസ് എല്ലാം ലഭിക്കുന്നതാണ്. അതുപയോഗിച്ച് നമ്മുടെ ഈ വാച്ചിനകത്തിലെ ഫേസസ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനോ സാധിക്കുന്നതാണ്. വാച്ചിനകത്ത് നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്റർ, അതോടൊപ്പം തന്നെ SpO2 ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ, ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബോഡി അല്ലെങ്കിൽ സ്കിൻ ടെമ്പറേച്ചർ സെൻസർ ലഭിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ടെമ്പറേച്ചർ എത്രയാണ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് എത്രയാണ് നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം 99% ആക്യുറേറ്റ് ആണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി, ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. സോ ഫ്രണ്ട്സ്, എന്നാലും ഇതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് 5.1 ആണ്. ബ്ലൂടൂത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് കോൾ ഫംഗ്ഷൻ ലഭിക്കുന്നില്ല. അതായത് നമുക്ക് നമ്മുടെ ഫോണിനും ഈ ഒരു വാച്ചോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിനകത്ത് വരുന്ന കോൾസ് നമുക്ക് ഇതിനകത്ത് കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചൊരു കോള് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു പ്രൈസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 2299 രൂപ, അതായത് 2300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിലെ പ്രൈസാണ്. ഓരോരുത്തടത്തും ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കാം. അപ്പോൾ എന്തായാലും ഫ്ലിപ്കാർട്ടിൻ്റെ റേറ്റാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് മെറ്റൽ എന്ന് പറയുന്നത് സിലിക്കോൺ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വാച്ച് IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ഏകദേശം 1.5 മീറ്ററോളം ഡെപ്ത്, അത്രയും നമ്മൾ വെള്ളത്തിൽ മുങ്ങി നിന്ന്, അതായത് 1.5 മീറ്റേഴ്സ് മുങ്ങി നിന്നാലും വാച്ചിൻ്റെ അകത്ത് വെള്ളം കയറാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം നമുക്ക് ഒരു മാഗ്നറ്റിക് വയർലെസ് ഡോക്ക് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഏകദേശം 2 മണിക്കൂർ എടുക്കും. സോ 2 മണിക്കൂറിനുള്ളിൽ അത് ഫുൾ ചാർജ് 0 to 100% ഫുൾ ചാർജ് ആകുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഫുൾ ചാർജ് ആക്കുകയാണെങ്കിൽ ഏകദേശം അപ് ടു 12 ഡേയ്സ്, അത് നമ്മുടെ യൂസേജ് അനുസരിച്ചിരിക്കും. നമ്മൾ ഇച്ചിരി ഹെവി യൂസ് ചെയ്യും, അതായത് നമ്മുടെ മോണിറ്ററൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അത് 12 എന്നുള്ള ചിലപ്പോൾ 10 അല്ലെങ്കിൽ 8 ആകാം. അതല്ല, നിങ്ങൾ എപ്പോഴും നോക്കുന്നില്ല, ചിലപ്പോൾ മാത്രം നോക്കുന്നുള്ളൂ എങ്കിൽ അപ് ടു 12 ഡേയ്സിന് മുകളിൽ നമുക്ക് ഈ ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നതാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി, അത്യാവശ്യം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് കുഴപ്പമില്ലാത്ത അത്രയും ചാർജ് നിൽക്കുന്നുണ്ട്. വാച്ചിൻ്റെ വെയ്റ്റും വിഡ്ത്തും ഹൈറ്റും ഒക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 34 ഗ്രാം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആദ്യമേ പറഞ്ഞത്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 251 മില്ലിമീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് 36 മില്ലിമീറ്ററും ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വെറും 16 മില്ലിമീറ്ററുമാണ്. ഒരു റേഞ്ച് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഫോൺ നമ്മുടെ വാച്ചുമായിട്ട് ഏകദേശം 10 മീറ്റർ വരെ റേഞ്ച്, ബ്ലൂടൂത്ത് റേഞ്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ ഹോം സ്ക്രീനിൽ വന്നതിന് ശേഷം നമ്മൾ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഫ്ലാഷ്, അതോടൊപ്പം തന്നെ വാച്ചിൻ്റെ സെറ്റിങ് എന്നിവയെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് 100 അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെറ്റിങ്ങിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതാണ് വേക്കപ്പ് മോഡാണത്. അതിനുശേഷം നമ്മൾ വാച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിലേക്ക് വരികയാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കാണിക്കുവാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് ഹോം സ്ക്രീനിൽ നിന്നും റൈറ്റിലേക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി റൊട്ടീനോടൊപ്പം തന്നെ ഹാർട്ട് റേറ്റ്, മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഹോം സ്ക്രീൻ വന്നതിന് ശേഷം മുകളിലോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് ഹാർട്ട് റേറ്റ്, അതോടൊപ്പം തന്നെ സ്പോർട്സ് മോഡുകൾ, സെറ്റിങ്, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും, അതിനോടൊപ്പം മറ്റ് ഫങ്ഷൻസും ആക്ടിവേറ്റോ ഡീആക്ടിവേറ്റോ ചെയ്യാനുള്ള ഓപ്ഷനുകൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ലുക്ക് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വാച്ചിനകത്തിലെ വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓവറോൾ പെർഫോമൻസും അതിനൊപ്പം തന്നെ ഡീറ്റെയിൽസും നമ്മൾ കണ്ടതാണ്. സോ എനിക്ക് പറയാനുള്ള, ഈ ഒരു പ്രൈസ് കൊടുത്ത്, ഈ 2300 രൂപ കൊടുത്ത് ഈ ഒരു വാച്ച് വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം. കാരണം ഈ 2300 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഒരു 99% ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൈസ്, അതായത് നിങ്ങൾക്ക് ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് അടിപൊളിയാണ്. ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റ് നോക്കുവാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് റേഞ്ച്, അതായത് ഈ ഒരു ഫോൺ നമ്മുടെ ബ്ലൂടൂത്ത് വാച്ചോട്ടുള്ള റേഞ്ച് നോക്കുവാണെങ്കിലും അതോടൊപ്പം തന്നെ കണക്ടിവിറ്റി, അതോടൊപ്പം തന്നെ ബാറ്ററി, ബാക്കി ഡിസ്പ്ലേ എല്ലാം അത്യാവശ്യം ഒരു
5 റേറ്റിംഗ് നോക്കുവാണെങ്കിൽ ഞാനൊരു 4.5 വരെ കൊടുക്കും. അത്രയ്ക്കും നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ചാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്കാണ്, നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഇടുക. അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് താഴെ ഒരു റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് ഫ്രീ ആണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് വിട്ടുപോയി, ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. സോ ഫ്രണ്ട്സ്, എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.